നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കുടി സേവിക്കാൻ ആയിരങ്ങളെത്തി. തൃപ്പൂത്തിരി നിവേദ്യം കഴിച്ച് ഭഗവാന് ഉദര സംബന്ധമായ അസുഖം ബാധിച്ചുവെന്നും വില്ലുമംഗലം സ്വാമിയാർ നൽകിയ മുക്കുടി ഔഷധം സേവിച്ചതിലൂടെ ഭഗവാന്റെ അസുഖം ഭേദമായെന്നുമാണ് ഐതിഹ്യം. കുട്ടഞ്ചേരി മൂസ്, തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി ഉണ്ടാക്കുന്നത്. മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങാണ്. മുക്കുടിക്കുള്ള പ്രത്യേക ഔഷധക്കൂട്ടുകൾ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ്. കുളമൺ മൂസാണ് മുക്കുടി നിവേദ്യം ഉണ്ടാക്കുക. അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതി അരച്ച് തലേദിവസം ക്ഷേത്രനടയിൽ സമർപ്പിക്കും. പുലർച്ചെ അരച്ചെടുക്കുന്ന മരുന്ന് തിടപ്പള്ളിയിലെത്തിച്ച് മോരിൽ കലർത്തി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ അടുത്ത 1 വർഷത്തേക്ക് ഉദര സംബന്ധമായ രോഗം ഉണ്ടാകില്ലെന്നാണ് ഭക്തജന വിശ്വാസം. 1500 ലിറ്ററിലധികം ഭക്തജനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും സമർപ്പണമായിട്ട് ഭഗവാന് സമർപ്പിക്കുകയും നിരവധി പച്ചമരുന്നുകൾ ചേർത്ത് രാവിലെ തന്നെ അതിൻ്റെ പാചകം കാര്യങ്ങളും നടത്തിയതിന് ശേഷം വേവിച്ച് അത് ഭക്തജനങ്ങൾക്ക് രാവിലെ 7 മണി മുതൽ വളരെ നല്ല രീതിയിൽ വിതരണം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളായി ഇട്ടുള്ള കലവറ നിറയ്ക്കലും അതുപോലെ തന്നെ പൂത്തരി സദ്യയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുക്കുടി നിവേദ്യം വിതരണം നടത്തുന്നത് ഭഗവാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെയധികം വളരെയധികം ജനങ്ങളുടെ ഒരു വിശ്വാസം വർദ്ധിച്ചിട്ടുള്ള ഒരു സമർപ്പണമാണ് ഈ മുക്കുടി നിവേദ്യം നൽകുന്നത്. അതിൽ എല്ലാ ഭക്തജനങ്ങളും അതിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. സദ്യ കഴിച്ചിട്ട് ഭഗവാന് വയറിന് ഒരു ദീനം വന്നതിൻ്റെ ഭാഗമായിട്ട് ആ ദീനം മാറ്റാനായിട്ടാണ് ഈ മൂസിനോട് നിർബന്ധമായി പറഞ്ഞ് മൂസ് ഈ ഇടി നിവേദ്യം ഭഗവാന് വേണ്ടി സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃപ്പൂത്തിരി സദ്യ ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന തൃപ്പൂത്തിരി സദ്യയുടെ പിറ്റേ ദിവസം നമ്മൾ മുക്കുടി നിവേദ്യം എന്താണ് കൂട്ടുക എന്നുള്ളത് ആ ജില്ലക്കാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ഉത്തരവാദി പ്രതിപക്ഷ കൗൺസിലർമാരാണെന്ന UDF അംഗത്തിന്റെ പ്രസ്താവന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ബഹളം. വെള്ളിയാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ ഇടപെട്ട് സംസാരിച്ച UDF അംഗം സുജ സഞ്ജീവ് കുമാർ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പ്രതിപക്ഷ കൗൺസിലർമാരാണ് ഉത്തരവാദിയെന്ന് കുറ്റപ്പെടുത്തിയതോടെ പ്രതിഷേധവുമായി LDF അംഗങ്ങൾ രംഗത്തെത്തി. പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KR വിജയയുടെ നേതൃത്വത്തിൽ LDF അംഗങ്ങൾ ചെയർപേഴ്സന് മുന്നിലെത്തി പ്രതിഷേധിച്ചതോടെ സുജ സഞ്ജീവ് കുമാറിന് പിന്തുണയുമായി UDF അംഗങ്ങളും എത്തിയതോടെ LDF UDF അംഗങ്ങൾ തമ്മിൽ ഏറെ നേരം നീണ്ടുനിന്ന വാഗ്വാദത്തിന് കൗൺസിൽ യോഗം വേദിയായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് സമയവും ഉണ്ടാകാമെന്നിരിക്കെ ഈ കൗൺസിലിന്റെ അവസാന യോഗമെന്ന നിലയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഭരണ നേതൃത്വത്തിന്റെ പരാജയവും ഭരണകക്ഷി അംഗങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളും ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസാരിച്ചിരുന്നത്. തനത് ഫണ്ടിൽ നിന്നും ഒരു പദ്ധതി പോലും നടപ്പാക്കിയതായി ചൂണ്ടിക്കാണിക്കാനില്ലാതെയാണ് പടിയിറങ്ങുന്നതെന്നായിരുന്നു LDF അംഗങ്ങളുടെ വിമർശനം. അംഗങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ട പദ്ധതികൾ പോലും ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയായി എത്തിയില്ല. ദീർഘവീക്ഷണമില്ലായ്മയുടെയും രാഷ്ട്രീയ ഉദാസീനതയുടെയും ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് LDF കുറ്റപ്പെടുത്തി. LDF UDF സ്റ്റിയറിംഗ് കമ്മിറ്റി ഭരണമാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നതെന്നായിരുന്നു BJP അംഗങ്ങളുടെ വിമർശനം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കി അതിന്റെ ക്രെഡിറ്റ് നേടാനുള്ള നാടകമാണ് നടത്തുന്നത്. ക്രിമിറ്റോറിയം, അറവുശാല തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. എന്നാൽ മുൻഗണനാ ക്രമത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പൂർത്തീകരിച്ചാണ് കൗൺസിൽ കാലാവധി തികയ്ക്കുന്നതെന്നായിരുന്നു UDF അംഗങ്ങളുടെ അവകാശവാദം.
അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ കുടിവെള്ള പദ്ധതിയിൽ 4000-ഓളം കുടിവെള്ള കണക്ഷനുകൾ നൽകാനായതും PMAY പദ്ധതിയിൽ 790 വീടുകൾ നിർമ്മിച്ച് നൽകാനായതും ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷാംഗങ്ങളെ പ്രതിരോധിച്ച UDF മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ച അവാർഡുകളും വികസന നേട്ടങ്ങളായി അവതരിപ്പിച്ചു. തുടർന്ന് സംസാരിച്ച UDF അംഗം സുജ സഞ്ജീവ് കുമാർ തങ്ങളുടെ വാർഡുകളിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്ന കൗൺസിലർമാർ കൗൺസിൽ ഹാളിൽ എത്തുമ്പോൾ ഇതെല്ലാം മറക്കുകയാണെന്ന് വിമർശിച്ചു. കേന്ദ്ര സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയതെന്ന വിമർശനത്തെ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് അവകാശപ്പെട്ട പണം മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടി. റോഡുകളിൽ ശോചനീയാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി തനിക്ക് മുന്നിലിരിക്കുന്ന കൗൺസിലർമാരാണെന്ന് സുജ സഞ്ജീവ് കുമാർ കുറ്റപ്പെടുത്തി. ഈ പ്രസ്താവനയിൽ പ്രകോപിതരായ LDF അംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സന് മുന്നിലെത്തുകയായിരുന്നു. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് LDF UDF അംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് KR വിജയ, CC ഷിബിൻ, സന്തോഷ് ബോബൻ, TK ഷാജു, TV ചാർലി, MR ഷാജു, സുജ സഞ്ജീവ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. എല്ലാം പൂർത്തീകരിച്ച് പെൻഡിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അജണ്ടയും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുമായി ഇവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട പദ്ധതികൾ അത് ഏതെങ്കിലും രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ, അതായത് ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റി ടൗൺ ഹാൾ കോംപ്ലക്സ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ 5 വർഷക്കാലത്ത് പല സമയങ്ങളിൽ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പല സമയത്തും പ്രഖ്യാപനങ്ങൾ വരുത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടന്ന പദ്ധതികളുണ്ട്. പക്ഷേ ഇതിന്റെ ഒന്നും കുടുംബശ്രീക്ക് കൊടുക്കണം പറയാം. കൗൺസിൽ ഐക്യകണ്ഠേന കുടുംബശ്രീക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. CDS ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് പിന്നെ അവർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറയാനുണ്ടായത്. അതല്ലാതെ നമ്മള് നിയമവിഷയത്തിന്റെ കുറവല്ല, നമ്മള് കുടുംബശ്രീയെ കൂടി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിയമവിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ കൂടി ഉൾപ്പെടുത്തി. അവർക്ക് പറ്റാതെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ വെറുതെ നമ്മള് അനാവശ്യമായി കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ പലരും പറയണ്ടോ ഇവിടെ ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിലാണ് ഈ കൗൺസിൽ മുൻഗണന കൊടുത്തത്. ഏറ്റവും ഒന്നാമത് കൊടുത്ത കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണ്. അവിടെ ആ സ്വിസ് മാർക്കറ്റ് അടച്ചിട്ടുകൊണ്ട് യാതൊന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, മാർക്കറ്റിൽ നല്ലൊരു ടാങ്ക് വന്നു. വളരെ മോശമായ രീതിയിലാണ് ആ വിഷയം ഈ നഗരസഭ കൈകാര്യം ചെയ്യുന്നത്. അത് അമൃത് പദ്ധതി പെട്ടതാണ്. നിങ്ങളുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്ഥലം MP ഒരു മെയിൽ അയച്ചു. ചെയർപേഴ്സൺ എന്നോട് പറഞ്ഞത് മെയിൽ അയച്ചു. അതുപോലെ ഡേറ്റോ സമയമൊന്നും ചോദിച്ചില്ല. ആള് സമയം തന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ആ കേന്ദ്രമന്ത്രി ഇതിനെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് മെയിൽ അയച്ചിട്ട് നമ്മൾ ആ പരിപാടികൾ നടത്തി. അങ്ങോട്ട് വരാൻ പറ്റാത്ത, അങ്ങോട്ട് അറിയിക്കാതെ ഒരു മെയിൽ അയച്ചാൽ ഒരു മറുപടി വരണ്ടേ? കേന്ദ്രമന്ത്രിയാണ്, അപ്പം വിളിക്കാൻ വേണ്ടേ? അപ്പൊ അതിന് പകരം നമ്മൾ അതിനുള്ള യാതൊരു ശ്രമവും നടത്താതെ ഒരു മെയിൽ അയച്ച് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് തോന്നി നമ്മൾ അതും വിശിഷ്ടാതിഥിയായിട്ട്. അങ്ങനെയാണോ ഒരു കേന്ദ്രമന്ത്രിയെ നമ്മൾ ഒരു പരിപാടിയിൽ കൈവച്ച് കൃത്യമായി പദ്ധതി എന്തുകൊണ്ട് നടന്നില്ല എന്ന് പരിശോധിച്ചു നോക്കും. ഏതെങ്കിലും ഒരു പദ്ധതി നടക്കുമ്പോ തുടങ്ങുന്നതിന് മുൻപ് ഒടുക്കം വെക്കുന്നവരാ. ഇവിടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ എല്ലാ റോഡുകളും തകർക്കുന്നത് ഈ കൗൺസിലിന്റെ അധികാരം കൊടുക്കാത്തവരാണ്. നിങ്ങൾക്ക് ആർക്കും എന്ത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? അവസാനമായിട്ട് നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങി പോവാം. ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോ
പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ വിജയൻ ഇളയടത്ത്, ജോസഫ് ചാക്കോ, സുജ സഞ്ജീവ് കുമാർ, അസ്രുദ്ദീൻ കളക്കാട്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KM ധർമ്മരാജൻ, സിജു യോഹന്നാൻ, ശ്രീറാം ജയപാലൻ, MS ദാസൻ, ബിജു പോൾ അക്കരക്കാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് എന്നിവർ പങ്കെടുത്തു. അന്തർദേശീയ തലത്തിൽ ഒരുപക്ഷെ എല്ലാ ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികളും ഭയത്തോടും ബഹുമാനത്തോടും അതിലേറെ വിശ്വാസത്തോടും കൂടി കണ്ട ഏക ഭരണാധികാരിയായിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് വിപ്ലവകരമായ ഒരുപാട് നടപടികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ബാങ്ക് ദേശസാൽക്കരണം തുടങ്ങി ഒരുപാട് പുരോഗമനപരമായ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഒരു ഭരണാധികാരി ഇല്ലാത്തതിൻ്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഏത് കാര്യത്തിലായിരുന്നാലും, ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, മതേതരത്വത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, ഇന്ത്യയുടെ പുരോഗതിയുടെ കാര്യത്തിലായിരുന്നാലും, ഏത് കാര്യത്തിലായിരുന്നാലും ജനങ്ങളെ എല്ലാം ഒന്നായി കണ്ട് ഒരുപോലെ കണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന ഒരു ഭരണാധികാരി നമുക്കിന്ന് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. NSS പതാക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ശ്രീ സംഗമേശ്വര ഹാൾ പരിസരത്ത് NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പുഷ്പാർച്ചന നടന്നു. വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ, കമ്മിറ്റി അംഗങ്ങളായ PR അജിത് കുമാർ, C വിജയൻ, നന്ദൻ പറമ്പത്ത്, AG മണികണ്ഠൻ, രവീന്ദ്രൻ കണ്ണൂർ, അഡീഷണൽ ഇൻസ്പെക്ടർ B രതീഷ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ സ്മിത ജയകുമാർ, രാജലക്ഷ്മി, മായ, ശ്രീദേവി മേനോൻ എന്നിവർ നേതൃത്വം നൽകി. നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്നത്തെ ഈ പതാക ദിന ദിവസം തന്നെ രണ്ട് പ്രാധാന്യവും കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഒന്ന്, ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മദിനമാണ്. അതേപോലെ ഭാരതത്തിൽ എല്ലാവരും ഓർക്കുന്ന മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനവുമാണ്. അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്ന ഒരു ദിവസം. ഇന്ന് നമ്മളും ആ ഒരുമിച്ച് വന്നതിൻ്റെ പേരിലാണോ എന്തോ നമ്മുടെ ഈ പരിപാടി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതയുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രവർത്തനത്തിന് നല്ല രീതിയിൽ പ്രചോദനമാകാനും നമ്മളെ സംബന്ധിച്ച് ഐക്യവും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന കാര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ന് ഈ പ്രതിജ്ഞ കൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുകയും എന്തെങ്കിലും കുറവുകൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് നമ്മുടേതായ ഐക്യം ഊട്ടി ഉറപ്പിക്കത്തക്ക രീതിയിൽ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനവുമായിട്ട് സജീവമായി നമ്മൾ ഉണ്ടാവണം. ഈ കാലഘട്ടം അതിനേറ്റവും അത്യാവശ്യമുള്ളൊരു സമയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള ആൾക്കാരുടെ ഒളിയമ്പുകൾ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും എതിരായി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംഘടനയെയോ കരയോഗ പ്രവർത്തനത്തെയോ ബാധിക്കാത്ത തരത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പ്രതിജ്ഞ കൂടിയായി ഇന്നത്തെ ഈ പ്രതിജ്ഞയെ നമ്മൾ കാണണം.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ഏകതാ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് വിഭാഗം റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൂട്ടയോട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇരിങ്ങാലക്കുട ബോയ്സ് ഹൈസ്കൂൾ മുതൽ കാട്ടുങ്ങച്ചിറ പോലീസ് സ്റ്റേഷൻ വരെ നടത്തിയ കൂട്ടയോട്ടത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, വിവിധ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.